സംശയരോഗം എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തൃ ജീവിതത്തിൽ പരസ്പരം എന്തിൻ്റെയെങ്കിലും ഒരു തുടക്കത്തിന്റെ പേരിൽ അവർ സംശയിച്ചു തുടങ്ങുക. ആ സംശയം പിന്നീട് സംസാരത്തിൽ സംശയമാകും, പെരുമാറ്റത്തിൽ സംശയമാകും, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, യാത്രകളിൽ, ഉണരലിൽ, ഉറക്കത്തിലെല്ലാം ഈ സംശയം വേട്ടയാടിക്കൊണ്ടേയിരിക്കുക. പിന്നെ അതിന്റെ പിന്നാലെ പോവുക, പിന്നെ അത് തെളിയിക്കാൻ വേണ്ടി അജണ്ടയുണ്ടാക്കുക. എന്നിട്ട് അതിന്റെ അവസാനം ഒന്നുകിൽ ബന്ധം വേർപിരിയുകയോ അല്ലെങ്കിൽ പക തീർക്കുകയോ അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് കൊലപാതകം നടത്തുകയോ ചെയ്യുക. ഇത് മുമ്പില്ലാത്ത വിധം വർദ്ധിക്കുന്നു എന്നത് സത്യസന്ധമായ കാര്യമാണ്. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അത്രയൊന്നും സ്വന്തം അനുഭവിക്കാത്ത ആളുകൾക്ക് തോന്നും ഒരു ഖുത്ബയിൽ പറയാൻ മാത്രമൊക്കെ സംശയം നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ടോ. പക്ഷെ സഹോദരങ്ങളെ, സംശയമുള്ള ഒരു ഇണയുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കറിയാം അയാൾ അനുഭവിക്കുന്ന ഓരോ സെക്കൻഡും അയാൾക്ക് ഈ ജീവിതം മടുത്തിട്ടാണ് ജീവിക്കുന്നത്. അങ്ങേയറ്റം നിങ്ങൾക്കറിയാം സഹോദരങ്ങളെ, ഓരോ ദിവസവും ഞാൻ നല്ലവനാണ്, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ പാപം ചെയ്യാത്തവനാണ്, ഞാൻ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെട്ടു ജീവിക്കുന്ന ഒരാളാണ് എന്ന് ഒരാളുടെ മുന്നിൽ തെളിയിച്ചുകൊണ്ടേയിരിക്കുക. 365 ദിവസവും ഞാൻ നല്ലവനാണ് എന്ന് തെളിയിക്കാൻ വിധിക്കപ്പെട്ട ഒരാളുടെ ജീവിതമാണ് സംശയമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്ന ഇണ എന്ന് പറയുന്നത്. ആണാകട്ടെ പെണ്ണാകട്ടെ, എത്രയോ കുടുംബങ്ങൾ തകർന്നു, എത്രയോ കുടുംബങ്ങൾ പിന്നീട് ഖേദമുണ്ടാകുന്നു. ആളുകളുടെ സംസാരം കേട്ട് തീരുമാനങ്ങളെടുത്ത് അവസാനം ഒഴിവാക്കി, ചർച്ചകൾക്ക് പോലും തീരുമാനിക്കാതെ ഒഴിവാക്കി 6, 4, 7 മാസങ്ങൾക്ക് ശേഷം സത്യങ്ങളോ അവനവൻ തിരിച്ചറിഞ്ഞത് അബദ്ധങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കുടുംബവും മക്കളും മാതാപിതാക്കളുമെല്ലാം രണ്ടു ഭാഗത്തായി തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം അകന്നു പോകുന്ന എത്രയോ കുടുംബമുണ്ട്. ഞാനെന്നും ആലോചിക്കാൻ, നല്ലൊരു വിവാഹം കഴിഞ്ഞു, നല്ലൊരു വിവാഹം, നല്ലൊരു പെൺകുട്ടി, നല്ല 2 കുടുംബങ്ങളാണ് വിവാഹത്തിലേർപ്പെട്ടത്. പക്ഷെ ആ വിവാഹത്തിന് ശേഷം പിന്നീട് ആ പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ മ്ലാനതയാണ്, മൂകതയാണ്, സംസാരിക്കുമ്പോൾ അത്രയൊന്നും താല്പര്യമില്ല. ഉമ്മമാർക്കും ബാപ്പമാർക്കും പെട്ടെന്ന് മനസ്സിലാകുമല്ലോ എന്റെ മോളെ പറ്റിയത്. അവൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും മെലിഞ്ഞു ശരീരം, ഉറക്കം നഷ്ടപ്പെട്ട് മുഖമിരുണ്ടു, കണ്ണുകൾ കുഴിയിലേക്ക് പ്രായമുള്ളവരെ പോലെ ആയി തുടങ്ങി. സ്വാഭാവികമായി കൗൺസിലർ അടുക്കലേക്ക് കൊണ്ടുപോയി. കൗൺസിലർ മാതാപിതാക്കളെ മകളുടെ മുന്നിൽ വെച്ച് സംസാരിച്ചതിന്റെ അവസാനം അവൾ പറഞ്ഞ വാക്ക്, വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം രാത്രി ഇക്കാക്ക എന്നോട് ചോദിച്ചു, നിനക്ക് വിവാഹത്തിന്റെ മുമ്പ് വല്ല ബന്ധങ്ങളും ഉണ്ടായിരുന്നോ? ആ കുട്ടി പറഞ്ഞു, അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല, പക്ഷെ എന്റെ കൂട്ടുകാരികൾക്കൊക്കെ ഉണ്ടായിരുന്നു, പുറത്തു പഠിക്കുന്നവരല്ലേ, അവർക്കുണ്ടായിരുന്നു. ആ വാക്കിൽ അദ്ദേഹം തൂങ്ങി. കൂട്ടുകാരികൾക്കുണ്ടായിരുന്നു എന്ന ആ വാക്കിൽ അദ്ദേഹം തൂങ്ങി. അന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം ഞാൻ ഫോൺ ചെയ്യുമ്പോൾ എന്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, അന്നുണ്ടായ ബന്ധത്തിൽ ആൾക്ക് വേണ്ടിയിട്ടായിരിക്കില്ലേ ഫോൺ ചെയ്യണത്. ഞാൻ ഞെട്ടി, തമാശ പറയാണെന്ന് വിചാരിച്ചു. അദ്ദേഹം സീരിയസ് ആണ്. അന്ന് മുതൽ ഈ 6 മാസവും ഞാൻ ഉറങ്ങുമ്പോ പറയും, രാത്രി ഫോൺ വിളിച്ച് ഇന്റെ ക്ഷീണക്കാരല്ലേ, ഞാൻ വീട്ടിൽ പോകും പറയും, ഓനും കൂടി കാണാനായിരിക്കില്ലേ. ഞാൻ മാസമുറയുണ്ടായിട്ട് വേദനിച്ച് കിടക്കുമ്പോ പറയും, അവൻ ഫോൺ വിളിച്ചിട്ട് വല്ല സങ്കടവും പറഞ്ഞതിന്റെ പേരിലായിരിക്കില്ല ഇവിടെ കിടക്കുന്നത്. ഞാൻ നരകിച്ച് ജീവിക്കാണുമ്മ, ഞാൻ നരകിച്ച് ജീവിക്കാണ് വാപ്പ. ജീവിതം 6 മാസം കൊണ്ട് മടുത്തു പോയിക്കണ്. ഓരോ സെക്കൻഡും ഞാൻ കുറ്റക്കാരിയല്ല എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, എന്തൊരു ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു കഷ്ടതയാണെന്നറിയോ? അവനവന്റെ കൂടെ ജീവിക്കുന്ന ഒരാൾ നമ്മളെ ഓരോ സെക്കൻഡും സംശയിച്ച് ജീവിക്കുക. ഇത് തിരിച്ചുമുണ്ട്. എത്ര ആളുകൾ എന്നറിയാം, ഖുത്ബകളായി കഴിഞ്ഞ ക്ലാസുകൾ കഴിഞ്ഞ് ഫോണിലൂടെ വിളിച്ച് സ്വകാര്യമായി കാണണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. എന്തെന്നറിയോ? ഓഫീസിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ഓഫീസും 2ഉം 3ഉം ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകുന്ന ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള യുവാക്കൾ. പക്ഷെ ആൾക്കാർക്കടിയിൽ നിന്ന് ഫോൺ വന്നാലേ
അതുവരെ അയാൾ ചിരിച്ച മുഖം മാറി ഫോൺ എടുത്തിട്ട് ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകും, ബാത്റൂമിന്റെ ഉള്ളിൽ പോകും, റൂമിന്റെ ഉള്ളിൽ പോകും, എന്നിട്ട് വാതിൽ കുറ്റിട്ട് സംസാരിക്കും. എന്തേ ഫോൺ ഇവിടുന്ന് എടുത്താൽ അതിന് അദ്ദേഹത്തിന് മറുപടി എന്താ അറിയോ? ഫോണിലെങ്ങാനും സംസാരിക്കുന്നതിനിടയിൽ ഇവിടുന്ന് ആരെങ്കിലും ചിരിച്ചാൽ, അതിലൊരു സ്ത്രീയുടെ, ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ചിരി ആ ഫോണിലൂടെ കേട്ടാൽ അന്നിന്റെ വീട്ടിൽ കച്ചറയാണ്, ഭക്ഷണം പോലും ഉണ്ടാക്കൂല. നിങ്ങൾക്ക് ചിരിയും കളിയൊക്കെ അവിടെ ഉള്ളൂലേ, ഇവിടെ നിങ്ങൾക്ക് ചിരിക്കാൻ വയ്യാലേ, നിങ്ങൾക്ക് ഞാൻ മുമ്പേ കണ്ടിക്കണ ഇങ്ങനത്തെ ഒരു സ്വഭാവം. നിങ്ങളിപ്പോ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ പലപ്പോഴും സൈഡ് സീറ്റിൽ ഇരിക്കണ ഇതിനാണില്ലേ? മൗലവി മനസ്സ് മടുത്തുക്കണ്. അവര് ചോദിക്കണ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടാ സന്തോഷിക്കാൻ കഴിയാത്തതെന്നാണ്. വീട്ടിക്ക് കയറി ചെല്ലുമ്പം വാതിലൊരു 10 വട്ടം കുറ്റിയിട്ട വാതിൽ തട്ടിയാലേ തുറക്കുള്ളൂ. സംശയത്തിന്റെ പേരിലാണ്. എങ്ങനെയാ സന്തോഷിക്ക? സഹോദരങ്ങളെ, ഇത് അനുഭവിക്കുന്ന ഒരുപാട് കുടുംബം ഇത് അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞ 2 പേർക്കും നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, തൗഹീദുണ്ട്. പക്ഷേ പടച്ചോൻ പറഞ്ഞ അടിസ്ഥാന നിയമങ്ങൾ പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ദീനിയായി ജീവിക്കാത്ത പലരുടെയും വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഇന്നും നരകിച്ച് ജീവിക്കാൻ. അവിടെയാണ് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ വാക്കുണ്ട്. ഇത് മുഅ്മിനീങ്ങളോട് പറയട്ടോ. സംശയം മനസ്സിൽ സ്വന്തം ഇണയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ അവർ ദീന് കേൾക്കണല്ലോ. അതാണ് മിമ്പർമെന്ന് പറയേണ്ടത്. പ്രവാചകന്റെയും അള്ളാഹുവിന്റെയും വാക്ക്. ഈയാക്കും, നമ്മൾ സൂക്ഷിക്കണം. അല്ല അങ്ങനെ ഒരു വാചകം പറയുമ്പോ എത്ര ഗൗരവം ഉണ്ടാവും. ഈയാക്കും എന്നറിയോ? സൂക്ഷിക്കണം എന്നാണ്, കരുതിയിരിക്കണം. വവ്വന്ന, ആളുകൾ പറയുന്നതനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഊഹങ്ങളെ, കേട്ടുകേൾവികളെ, നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണകളെ ശരിക്ക് സൂക്ഷിക്കണം. ഫഇന്ന വന്ന അക്ദബുൽ ഹദീസ്. ലോകത്തെ ഏറ്റവും വലിയ കളവ്, ലോകത്തെ ഏറ്റവും വലിയ അക്ദബ്, സംസാരങ്ങളിൽ ഏറ്റവും വലിയ കളവ് ഊഹം വെച്ചുകൊണ്ട് സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുക എന്നതാണ്. സഹോദരങ്ങൾ, നിങ്ങൾക്ക് അറിയോ, നമ്മുടെ മനസ്സിലേക്ക് ശൈത്താൻ ഒരു ചെറിയ പുൽനാമ്പ് പോലെ ഇട്ടരുള്ളൂ. പുൽനാമ്പ് പോലെ. പഴയ പോലെ സ്നേഹമില്ലേ, അതെത്ര വരിയുള്ളത്? പഴയ പോലെ സ്നേഹമില്ലേ എന്നത് ഒരു പേജിൽ എഴുതിയാൽ 1/2 വരിയുള്ളത്. ആ 1/2 വരിമ്മ ശൈത്താൻ ഇങ്ങനെ സാധാരണ നമ്മൾ കത്തിക്കുന്നത് പോലെ, ഉമിയിൽ കത്തിക്കുന്നത് പോലെ അവിടെ നിന്ന് കത്തിച്ച് കത്തിച്ച് അവസാനം അത് കാട് കത്തുന്നത് പോലെ നമ്മുടെ കുടുംബത്തെ ഇല്ലാതെയാക്കും. ഇത് ശ്രദ്ധിക്കണം നമ്മൾ ശരിക്ക്. നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും ഇങ്ങനെ. നമുക്കിടയിൽ ശൈത്താൻ ഉണ്ടാക്കും. സംശയം മനസ്സിക്ക് വന്നാൽ പിന്നെ ശൈത്താൻ എന്താ ചെയ്യാറിയോ? വിവേകത്തെ ഇല്ലാതാക്കും. പിന്നെന്താ അറിയോ? എനിക്ക് മനസ്സിലായി, അവിടെ നിന്ന് തുടങ്ങും. എനിക്ക് മനസ്സിലായി, ഇനി തെളിയിക്കാനാണ്. 1 സെക്കൻഡ് പോലും പടച്ചോനെ, എന്റെ പെങ്ങളെ പറ്റി അങ്ങനെ വന്നാൽ എന്റെ അളിയൻ എന്തു ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഒന്ന് ശാന്തമായിരുന്ന് ചെയ്യോന്നാലോചിച്ച്, അങ്ങനെ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ച്, നന്മ ആലോചിച്ച് വീണ്ടും ആവർത്തിച്ചാൽ ശരി, ഒന്ന് പരിശോധിക്കാം. ഈ അവധാനത ഉണ്ടാക്കൂല, ശൈത്താൻ തരൂല. നമ്മുടെ ബുദ്ധിയെ വർക്കയിപ്പിക്കാൻ ശൈത്താൻ സമ്മതിക്കൂല. ആലോചന ശൈത്താൻ സമ്മതിക്കൂല. വികാരത്തിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് 2 കഷ്ണാക്കാനേ ശൈത്താൻ പറയുള്ളൂ. കാരണം ശൈത്താൻ അള്ളാഹുവിനോട് കൊടുത്ത വാക്കാണ്, ലഅഹ്തിനകന്ന ദുർരിയതഹു, ഞാൻ നിന്റെ മക്കളെ പിഴപ്പിച്ച് കണ്ടമാക്കി മാറ്റും. അള്ളാഹിനോട് ശൈത്താൻ പറഞ്ഞതാണ്. അതിന് അവനാന്റെ പെര നിന്നൊടുക്കരുത്, അവനാന്റെ മനസ്സ് നിന്നൊടുക്കരുത്, അവനാന്റെ ഹൃദയം വിട്ടുകൊടുക്കരുത്. ബോധത്തിൽ ജീവിക്കുക. പ്രവാചകന്റെ ഒരു വാക്കെന്താ അറിയോ? അഹ്സിൻ ബി സ്വാഹിബക്. അവനാന്റെ കുടുംബത്തിൽ ആരെ പറ്റിയിട്ടേക്കട്ടെ, പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ദാമ്പത്യമായതുകൊണ്ട് പറയാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ നല്ലത് ചിന്തിക്കണം. അഹ്സിൻ ബി സ്വാഹിബക വൻ മാലം യഗ്ലിബക്. വ്യക്തമായി 100% പരലോകത്ത് തെളിയിക്കാൻ പറ്റുന്ന ന്യായവും തെളിവും കിട്ടിയിട്ടല്ലാതെ അവനവന്റെ ഇണയെ സംശയിക്കാനേ പാടില്ല. സഹോദരങ്ങൾ, ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയോ? നമ്മളെല്ലാവരും, ഞാൻ നേർക്കുനേരെ ഇങ്ങനെ സംസാരിക്കാട്ടോ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചിന്തയിൽ ബാക്കിയുള്ളവരെ ഇടപെടിപ്പിക്കാൻ നിൽക്കരുത്. പലതും പറയും, പറയുന്നതിൽ ഖൈർ ഉൾക്കൊള്ളുക. ഷർറിലേക്ക് വന്നാൽ നമ്മൾ സ്വീകരിക്കുകയേ അരുത്. എത്ര കുടുംബ പൊട്ടലറിയോ? എന്താ പറയോ? ഇപ്പൊ നമ്മള് വളരെ ശാന്തമായി ജീവിക്കാട്ടോ, അതിന്റെ ഇടക്ക് നമ്മുടെ അയലോക്കത്തുനിന്നോ കുടുംബത്തുനിന്നോ
ഇനി മൂത്തച്ചിയാകാ, ഇളച്ചിയാകാ, അമ്മയാകാ, വാപ്പയാകാ, അയലോക്കക്കാരാകാ, നാട്ടുകാരാകാം, എന്തായിക്കോട്ടെ. വന്നിട്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ഈ അടുത്തൊക്കെ ഒരു ഫോണ് വാങ്ങിക്കൊടുത്തീന് നമ്മള് മുമ്പത്തെക്കാൾ കുറച്ചും കൂടി വിളി ഓവർ അയക്കണം കേട്ടോ. നമുക്കിട്ടരാണ്. നമ്മൾ സന്തോഷത്തിൽ ജീവിക്കാണ്. തലേന്ന് വരെ കല്യാണത്തിന് പോയതാണ്. ശാരീരിക ബന്ധം സന്തോഷത്തിൽ പങ്കിട്ട് ജീവിച്ചതാണ്. നമ്മൾ ഖുത്ബ ഒന്നിച്ച് കേട്ടതാണ്. നമ്മളെ മനസ്സ് കിട്ടരാണ്. ശൈത്താന്റെ രൂപത്തിൽ ബാക്കിയുള്ളവര് ഫോൺ വിളി കുറച്ച് ഓവർ അയക്കണ്. ഒരു 11 മണിക്കൊക്കെ ഓൺലൈനിൽ കാണുന്നുണ്ട്, നോക്കിക്കോണ്ടി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതാണ് ശൈത്താൻ ഒന്നാമത്തെ പണി. ഞാൻ പറഞ്ഞേ ഉള്ളൂ. 11 മണിക്ക് കാണുന്നുണ്ട്, നോക്കിച്ചോണ്ടി. പഴയ കാലല്ല, പുതിയ കാലാണ്. എന്താന്നറിയില്ല. 1-2 വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പൊ ഈ അടുത്തോള് ജോയിൻ ചെയ്തിക്കണ്. മനസ്സിൽ ശൈത്താൻ വസുവാസ് ഉണ്ടാക്കി തുടങ്ങാൻ. സംശയം എന്ന് പറഞ്ഞത് എന്താ അറിയോ? ഒരു മരത്തിലേക്ക് പാറി വന്നിരിക്കുന്ന ഒരു കാക്കനെ പോലെയാണ്. മരണ്ടോ, കാക്ക വന്ന് പാറിയിരിക്കും. പക്ഷേ അവിടെ കാക്കയ്ക്ക് ഇരിക്കാനും കൂട് വെക്കാനും മുട്ടയിടാനും വിരിയിക്കാനും നമ്മൾ സമ്മതിച്ചാൽ അതാണ് സംശയത്തിനിട കൊടുക്കുക. കാക്ക വന്നിരിക്കുന്നു, ആട്ടിപ്പായിപ്പിക്കുന്നു, കാക്ക പോയി കഴിഞ്ഞു, അതോടുകൂടി പോയി കഴിഞ്ഞു. ആളുകൾ വന്നു പറയുന്നു, വിടുക, എന്റെ ഭാര്യയാണ്, എന്റെ കുടുംബാണ്, ഖൈറേ അവർ ചെയ്യൂ, എന്റെ മക്കൾ അമ്മയാണ്, ഇന്നത്രയും കാലം നോക്കിയതാണ്, അവർ പലതും പറഞ്ഞോട്ടെ. അല്ല, ആ കാക്ക വന്നിരുന്നിടത്ത് കൂടുകൂട്ടാനും മുട്ടയിടാനും വിരിയിക്കാനും നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടോ? എന്നിട്ട് ഫോൺ ഇങ്ങനെ പോയി നോക്കിയിട്ട് ഓള് കാണാതെ അടുക്കളയിൽ പോകുമ്പോത്തിന് ഇവിടെ നിന്നാണ്ട് നോക്കുക. മൂപ്പരിങ്ങനെ പോകുമ്പോഴേക്കും ബാത്റൂം പോകുമ്പോഴേക്കും ഇവിടെ നിന്നാണ്ട് ലോക്കടിപ്പിക്കുക. ഈ പരിപാടി നമ്മൾ ചെയ്തു തുടങ്ങിയോ, പിന്നെ തിരിച്ചു വരവ് അള്ളാഹു നൽകിയ സമാധാനം തിരിച്ചു കിട്ടാനും തിരിച്ചു വരവിനും ശൈത്താൻ സമ്മതിക്കൂല. ഇത് തിരിച്ചു ഭർത്താവിന്റെ വിഷയത്തിൽ അതേപോലെയാണ്. ചിലരൊക്കെ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങും കുടുംബത്തിന്ന്. അവനാന്റെ കുടുംബം ഏതായാലും പൊട്ടി, ബാക്കിയുള്ളവന്റെ സുഖിച്ച് ജീവിക്കാൻ അവർക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയും ഇക്കാക്കാനൊക്കെ വിഷയത്തില്, മൂപ്പരിപ്പം പണ്ടത്തെ മാരൊന്നും ഒന്നും കൂടി ചൊറുക്കായിട്ട് ഒരുങ്ങൊക്കെ ഇറങ്ങണ്ടില്ലേ. അവനാന്റെ ഭാര്യനോട് ചോദിക്കാണ്, മൂപ്പരിപ്പോ ഓഫീസിക്ക് പോയാൽ കുറച്ച് നേരം വെക്കിയിട്ടൊക്കെയാണില്ലേ, പണ്ടത്തെ പോലൊന്നല്ല, ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് കോർഡിനേഷൻ ഒക്കെ ചെയ്ത് മൂപ്പര് ഉഷാറായിട്ടാ പോണത്, നോക്കിക്കൊണ്ടിട്ടോ. നമുക്ക് ഈ ആണുങ്ങളെ പോലെ അത്ര AI കാലഘട്ടം ഒന്നും നമ്മക്കറിയില്ല. ഇൻസ്റ്റഗ്രാമോ വാട്സപ്പോ എന്തൊക്കെയോ ഓലുണ്ടാകും. അവസാനം അവിടുത്തെ ജമീലാന്റെ മാരി ഇവിടുത്തെ മൈമൂനാന്റെ മാരി അനക്കങ്ങനത്തെ ഒരു ഗതി ഉണ്ടാകാതൊക്കെ ഞാൻ മൂത്തമ്മ എന്നൊക്കെ പറഞ്ഞുതരാട്ടോ. ഈ വാക്കിനാണ് ശൈത്താന്റെ വാക്ക് അറിയണത്. അങ്ങനെ എല്ലാൊരു കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങനെയല്ല. നമുക്കൊരാളുടെ ഒരു കാര്യം സത്യസന്ധമാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ മതത്തിൽ ഒരു പ്ലാനുണ്ട്, മതത്തിലൊരു രൂപമുണ്ട്. ആ രൂപത്തിലാ പറഞ്ഞു കൊടുക്കണ്ടേ. സംശയമുള്ളൊരു കാര്യം, മറ്റൊരാളുടെ കുടുംബം തകർക്കുന്ന ഒരു കാര്യം പറയരുത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇജ്തനിബൂ കസീറൻ മിനൽ ظنി, ഊഹങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഊഹം കേൾക്കുന്നതിന്റെ അർത്ഥം കുടുംബത്തിന്ന് കേൾക്കും, ചങ്ങായിമാരേക്ക് കേൾക്കും, പലയിടത്തും കേൾക്കും. നിങ്ങളത് പിൻപറ്റരുത്. ഇന്ന ബഅദൽ ظنി ഇസ്മുൻ, അറിയുക, ഊഹങ്ങളിൽ കളവുണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, അത് പാപമാണ്. അയിമക്ക് മനസ്സ് കൊടുക്കരുത്. മനസ്സ് കൊടുത്തോ കുടുംബം പൊട്ടും. എന്നിട്ട് ഇങ്ങനെ പഴയ കാലം പുതിയ കാലം, ഓന്റെ ആങ്ങളക്കാ ബന്ധമുണ്ടേനോ, ഓൻ ഏട്ടത്തിക്കാ ബന്ധമുണ്ടേനോ, ഇങ്ങനെ ഒരുമിച്ച് കൂട്ടു ശൈത്താൻ. അയിമക്ക് നമ്മുടെ മനസ്സ് കൊടുത്താൽ എല്ലാവരും പറഞ്ഞെന്നോലെ കെട്ടുപോകും. അവസാനം നമ്മൾ മാത്രമാകും. പ്രവാചകന്റെ ഒരു വാക്കിന് ഇങ്ങനെ പറയണോലെ പറ്റിയിട്ട് നമ്മുടെ നാവുന്ന വരാതെക്കാരുടെ പറഞ്ഞത്, നമുക്കൊരാളോട് നേർക്ക് നേരെ കണ്ട ബോധ്യമുള്ള 100% പരലോകത്ത് തെളിയിക്കും, അതിന് സാധിക്കും എന്ന് ഉറപ്പുള്ളൊരു കാര്യം കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ പറയാൻ പാടുള്ളൂ. സംശയം 99% ഉറപ്പും 1% സംശയമുള്ളൊരു കാര്യം, കുടുംബം പൊട്ടുന്നൊരു കാര്യം നമ്മുടെ നാവ് കൊണ്ട് പറയരുത്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എഴുതരുത്. അള്ളാഹു അനുവാദം തന്നിട്ടില്ല. സഹോദരങ്ങളെ, 100% ഉറപ്പുള്ളൊരു കാര്യം ഉമ്മാക്ക് മകളോട് പറയാൻ പറ്റുള്ളൂ. കുടുംബം പൊട്ടുമെങ്കിൽ ബാപ്പാക്ക് മകനോട് പറയാൻ പറ്റുള്ളൂ, ജേട്ടനും അനിയനും തമ്മിൽ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിന്തിക്കുവാനും ആലോചിക്കാനുള്ള സൂചനകൾ കുടുംബം പൊട്ടാത്ത രൂപത്തിൽ നൽകുക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വാക്കുന്നത്, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിശർരിന്നാസ്, പടച്ചോൻ ഈ ലോകത്തെ ഏറ്റവും വെറുത്ത മനുഷ്യന്മാരെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആരാണവർ? അല്ലദീന യംശൂന ബിന്നമീമ, ആൾക്കാർക്കടിയിൽ ഈ ഫിത്തനും ഫസാദുമായിട്ട് ഇങ്ങനെ പോവും. അന്റെ
എന്റെ അക്കാക്ക് ഇങ്ങനെ കൂടുതൽ മുമ്പത്തെ പോലെ ഉണ്ടല്ലോ, ഒരു മിമ്പർമെന്ന് പറയാൻ വശത്തരാന്നറിയാം. അതുകൊണ്ട് പറയാം, നമ്മുടെ നാട്ടില് ഉണ്ടട്ടോ, പണ്ടത്തെ കൂടുതൽ യാത്ര ഉണ്ടട്ടോ, ബിസിനസ് ട്രിപ്പ് കൂടുതൽ ഉണ്ടട്ടോ, ഒരുപാട് കമ്മിറ്റിയിൽ മെമ്പറാണ് കേട്ടോ, കരുതുന്നട്ടോ. ഇതിങ്ങനെ പറയുന്ന ആൾക്കാരില്ലേ. എന്നിട്ട് സ്നേഹത്തിൽ നിന്നിരുന്ന രണ്ടുപേരെ പിരിക്കുക, അതിനുവേണ്ടി ഫിത്തനും ഫസാദും ഉണ്ടാക്കുക. ഉമ്മാരോടും ബാപ്പാരോടും ഏട്ടന്മാരും കുടുംബക്കാർ എല്ലാവരും അറിയാം. നമ്മളെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്കാട്ടെ ആർക്കാട്ടെ ഇങ്ങനെ വിഷയം വരുമ്പം ആദ്യം പ്രതികരിക്കണം അറിയോ, മോളെ എങ്ങനെ ഉണ്ടാവൂല, നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അപ്പോഴേക്കും ഉമ്മാരെ വാപ്പാരെ അപ്പോഴേക്കും വികാരം കയറി. എനിക്ക് കല്യാണത്തിന് അന്നെന്നെ ഉറപ്പേനി, ഓല പെരക്കാരെ ചേലും കോലം കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പേനി, ഓല വരവുണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പേനി. അങ്ങനെ പറയുന്നത് ശൈത്വാനീയത്തിന്റെ ഭാഗമാണ്. ചെയ്യരുത്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് സംശയത്തിന് ഇട കൊടുക്കുന്ന വർത്തമാനം നമ്മൾ നിന്നുണ്ടാകുക എന്നുള്ളത്. എന്നിട്ട് ആൾക്കാർ എന്തൊക്കെ നിങ്ങൾ ചെയ്യണറിയോ, ഭാര്യയും ഭർത്താവ് അറിയാതെ പേരന്റെ സൈഡ് കൊണ്ട് CCTV വെക്കുക. അവനാന്റെ ഇണയാണ്, അവനാന്റെ ഇണന്റെ CCTV വെക്കുക. അയലോക്കക്കാരനോടും നാട്ടിലത്തെ രണ്ടാൾക്കാരും നോക്കിക്കാൻ വേണ്ടി പറയാം. അവനാന്റെ പെണ്ണുങ്ങളെയും അവനാന്റെ മാപ്പിളിനെയും നാട്ടാരെ ഏൽപ്പിക്കാം. പെരീക്കാരെങ്കിലും വരുന്നുണ്ടോ പോകുന്നുണ്ടോ, മൊബൈൽ ഷോപ്പാറിന്റെ കയ്യിൽ ഫോൺ എടുത്താണ്ട് കൊടുത്താണ്ട് കഴിഞ്ഞ ഒരു മാസത്തെ ഹിസ്റ്ററി എടുത്തു. അതുകൊണ്ട് എന്താ കിട്ടുന്നത്, എന്റെ നാട്ടിലുള്ള മറ്റൊരാൾക്ക് അവനവന്റെ ഭാര്യയുടെ വൃത്തികേടുകൾ കാണിച്ചു കൊടുക്കേ. എന്താ നിങ്ങള് വികാരം കൊണ്ട് ചെയ്യണത്? ഒരു പക്വം നമുക്ക് വേണ്ടേ? നമ്മൾ വിവാഹം കഴിഞ്ഞ പോലല്ലേ, നമ്മൾ 14 വയസ്സൊന്നല്ലല്ലോ, നമുക്ക് ബോധല്ലേ. നമ്മളെ ഇണയുടെ തെറ്റ് പറ്റി നോക്കുക. ഈ നാട്ടിലെ അങ്ങാടിക്കാർക്ക് ഇട്ടുകൊടുക്കേണ്ടതാണോ ദാമ്പത്യം? ആണോ? ഈ നാട്ടിൽ ഫേസ്ബുക്കിലൂടെ ചർച്ച ചെയ്യേണ്ടതാണോ ദാമ്പത്യത്തിൽ പ്രശ്നം? ഈ നാട്ടിൽ സകല മനുഷ്യന്മാർക്കും കളിയാക്കാൻ ഇട്ടുകൊടുക്കേണ്ടതാണോ? ഇങ്ങനെയാണ് അഭിമാനം തെളിയിക്കാണ്. ചില ആൾക്കാരെ സങ്കടം കൊണ്ട് വരണം, പേരന്റെ സിറ്റ് ഔട്ടിലുണ്ട് പൊടിയൊക്കെ വിതറിയിട്ട് പോകും. എന്നിട്ട് വന്നിട്ട് കാലിന്റെ ചവിട്ടലുണ്ടോ, ആരെങ്കിലും വന്നിക്കണോ? അവനാന്റെ വീടിന്റെ മുറ്റത്ത് ഏതെങ്കിലും വണ്ടിന്റെ ടയറിന്റെ അടയാളം കണ്ടാൽ അത് വെച്ച് പെരിയിൽ കച്ചറ. നിസ്കാര ഭാഗത്ത് നടക്കേണ്ട കൂട്ടര് ഇതെന്തിനെ പറയണറിയോ? ഇത് നമ്മൾ അനുവദിച്ചാൽ നമ്മുടെ കുടുംബം നമ്മൾ അറിയാതെ ചിന്ന ഭിന്നമാകും. സംശയം എന്നുള്ളത് രോഗമാണ്. കൊറോണയെക്കാളും ക്യാൻസറിനേക്കാളും വലിയ രോഗമാണ്. എന്തുകൊണ്ടറിയോ? കൊറോണക്കും ക്യാൻസറിനും അത് ബാധിച്ചൊരു വ്യക്തിക്ക് ഞാൻ രോഗിയാണെന്ന് അറിയും, ട്രീറ്റ്മെന്റ് എടുത്താൽ മാറുന്നറിയും, ട്രീറ്റ്മെന്റ് അയാൾ റെഡി ആയിരിക്കും. എനിക്ക് സംശയരോഗം ഉണ്ടെങ്കിലേ ലോകത്ത് 99% ആൾക്കാരും ഞാൻ സംശയിക്കാന്ന് പറഞ്ഞാലും എനിക്കത് സംശയമില്ല, എനിക്കത് 100% ഉറപ്പാണ്. ഞാൻ രോഗിയെന്നല്ല, നിങ്ങൾക്കൊന്നത് തിരിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുക. ഞാൻ അങ്ങനെ പറയാ. ഞാൻ എന്റെ ആരെയാണോ സംശയിക്കുന്നത് അവരോട് മാത്രമേ ഞാൻ മോശപ്പെട്ട് പെരുമാറുള്ളൂ. എനിക്ക് എന്റെ ഭാര്യനോടാണ് മോശത്തരെങ്കിൽ സംശയമെങ്കിൽ ഞാൻ അവരോട് മാത്രമേ മോശമായിട്ട് പെരുമാറുള്ളൂ. ബാപ്പാണ്ട് പെരുമാറൂല, ഏട്ടനോട് പെരുമാറൂല, അങ്ങാടി പെരുമാറൂല, പള്ളി പെരുമാറൂല. അതുകൊണ്ട് എന്റെ കൂടെ സംശയരോഗിയായ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റൊരാളോടും പറഞ്ഞു തിരുത്താൻ കഴിയില്ല. കാരണം ഓനക്കെന്താ പറയോ, മൂപ്പര് അങ്ങനൊന്നല്ലല്ലോ, ഞങ്ങളോട് അങ്ങനല്ലല്ലോ. സംശയമുള്ള ഒരാൾക്ക് ആരോടാണോ സംശയം അയാളെ മാത്രമേ അയാളെ ബാധിക്കുള്ളൂ. സോ ഇത് നമ്മൾ മാറ്റാം. നമുക്കതുണ്ടെങ്കിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കണം. എന്താ ചെയ്യേണ്ട അറിയോ? ഒന്ന്, ഞാനെങ്ങാനും സംശയിച്ച് അതിന്റെ പിന്നാലെ പോയി ചർവണം നടത്തി അതെങ്ങാനും അള്ളാഹു നിരോധിച്ച മാർഗമോ ഞാൻ തെറ്റായി സംശയിച്ചതാണെങ്കിൽ കുടുംബം പൊട്ടിച്ചതിന് പടച്ചോന്റെ ഒക്കെ നരകം കിട്ടുന്ന ഉത്തമ ബോധ്യം ഉണ്ടാകണം. ഞാൻ യുവാക്കളോട് പറയാം, യുവാക്കളെ പുതിയതായിട്ട് കല്യാണം കഴിച്ചോണ്ട് നമുക്ക് നമ്മളെ ദാമ്പത്യം അങ്ങാടിയില് ആൾക്കാരിൽ തെളിയിക്കാനുള്ള സാധനം അല്ല കേട്ടോ. ഞാൻ ശരിക്കും ബോധത്തിലാ പറയണേ. ഞാൻ അവളങ്ങനെ വിട്ടെടുക്കൂല. എന്നിട്ട് അങ്ങാടിയിൽ 4 ആൾക്കാർ എന്റെ വാപ്പാനെ മാറ്റി തന്നെയാടാ, എന്റെ ഉമ്മാനെ മാറ്റി, അതിന് കൊടുക്കരുത് അവനാന്റെ കുടുംബത്തെ. ഈ പറഞ്ഞ ഒറ്റ കുട്ടി അവനാന്റെ ഒപ്പം ഉണ്ടാവൂല. ഇത് കുറെ അനുഭവിച്ചതുകൊണ്ട് പറയാണ്. നാട്ടിലത്തെ 2 ആൾക്കാര് നമ്മളെ ഭാര്യന്റെ നമ്മളെ പെങ്ങന്മാരും ബസ് കയറുന്നതും ഓട്ടോറിക്ഷ കയറുന്നതും പറയുമ്പോ നമ്മൾ ഓലടിയിൽ പിറ്റീസം ലുഹർന്ന് പറഞ്ഞിട്ട് അസറാകുമ്പോഴേക്കും ഞാൻ തീരുമാനം എടുത്തുകയെന്ന് പറയുന്ന ഒരാളായിട്ട് വിഡ്ഢിയാണ് അയാൾ. ആണാണ് തെളിയിക്കാൻ പോകരുത്, അത് വിഡ്ഢിത്താണ്. ബാക്കിയുള്ളവർ വണ്ടി കേട്ടിനനുസരിച്ചിട്ട് അവനാന്റെ കുടുംബം കുട്ടിച്ചോറാക്കരുത്. നേർക്കുനേരെ പറയുന്നു, ചെയ്യരുത്. ഇനി വല്ല സംശയമോ വല്ല പ്രശ്നമോ നടന്നാൽ ഇസ്ലാം പറയാൻ
ആദ്യം മനസ്സിന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് മനസ്സിനെ സമാധാനപ്പെടുത്തുക, ഇരിക്കുക. ഇസ്ലാമിന്റെ നിയമം പറയട്ടെ, ഇരിക്കുക, രണ്ടുപേരിരിക്കുക. ഇങ്ങനൊരു സംഗതി ഉണ്ട്, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രയാസമുണ്ട്. ആ പ്രയാസം തുറന്നു പറയാൻ, ആ പ്രയാസം തുറന്നു പറയാൻ. ഇത് പരിഹരിച്ചു മുന്നോട്ട് പോയാൽ ദാമ്പത്യം നല്ല രൂപത്തിൽ നമുക്ക് നമ്മുടെ മക്കളുണ്ട്, വാപ്പുണ്ട്, ഉമ്മണ്ട്, വീടുണ്ട്, ഒക്കെ ഉണ്ട്, സമാധാനത്തിൽ പോകും. എന്റെ മനസ്സിലൊരു ഇടങ്ങേറുണ്ട്, എനിക്ക് 2-3 അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയാൻ. അപ്പോൾ അവരിൽ നിന്ന് പറയാനുണ്ടാവും. ഇക്കാക്ക ചിലപ്പോ ഉണ്ടാവും, അദ്ദേഹം പറയും, നോക്കടി പുതിയൊരു ബ്രാഞ്ച് തുടങ്ങി എന്നോട് പറഞ്ഞില്ലേ, മീറ്റിംഗ്, പുതിയ മാനേജർ മീറ്റിംഗ് വിളിക്കണ രാത്രി 11 മണിക്ക് ശേഷം. മൂപ്പര് വിദേശത്താണ്, അവിടെ ആ ടൈമിലാണ് നെറ്റ് ഉണ്ടാകുക, അതുകൊണ്ടാണ് ഞാൻ 1 മണി വരെ നെറ്റിൽ ഉണ്ടാണത്. സമാധാനായി. പക്ഷെ ആ ഉത്തരം കിട്ടാതെ നമ്മുടെ മനസ്സിൽ നമ്മൾ സംശയമാണെങ്കിലോ ദാമ്പത്യം പൊളിയും. അവസാനിപ്പിക്കുന്ന ഒരു വാചകം കൂടി, നമ്മുടെ ഇണ നമ്മളോട് ചില കാര്യങ്ങൾ അവർക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ശരിക്ക് ദീനാട്ട പറയണത്, ഇതിന്റെ ബാക്കി ഭാഗം പറയാൻ, എന്റെ ഇണ എന്നോട് പറയണം, ഇക്കാക്ക ആ മേഖലയ്ക്ക് നിങ്ങൾ പോണത് എനിക്കെന്തോ ഒരു മനസ്സമാധാന കേടുണ്ട്, പറ്റുങ്ങൾ എന്ന് മാറി നിൽക്കുമോ എന്ന് പറഞ്ഞാൽ, മുഅ്മിനായ ഒരു മനുഷ്യൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കുടുംബത്തിനാണ്, ഇണക്കാണ്. ആ തെറ്റൊന്നും മാറി നിൽക്കലാണ് വേണ്ടത്. അവിടെ ചെയ്യുന്നത് ശരിയാണെങ്കിലും സംശയത്തിന് ഇടയുണ്ടാക്കുന്ന മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയാണ് ദീൻ. എല്ലാവർക്കും ഒരെണ്ണ സംഭവമല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഭാര്യമാരോട് കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അപ്പുറത്ത് റോഡിന്റെ സൈഡിലൂടെ അനുസാരികളായ 2 സഹാബി വര്യന്മാർ നടന്നിങ്ങനെ പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് സംസാരിക്കാൻ. അപ്പൊ 2 അനുസാരി സഹാബാക്കൾ ഇങ്ങോട്ട് നോക്കി. പ്രവാചകൻ ഇങ്ങോട്ട് നോക്കിയിട്ട് സ്വാഭാവികമായിട്ട് നടന്നുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പേരെയും വിളിച്ചു. ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ വാക്കെന്തറിയോ? ഇന്നഹാ സഫിയ്യത്ത് ബിനു ഹുയൈ. നോക്കടാ, നിന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. അപ്പൊ സഹാബാക്കളുടെ മറുപടി എന്തറിയോ? സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങൾ എന്തേ ഞങ്ങളോട് നിങ്ങളെ ഭാര്യ എന്ന് പറയണത്? ഞങ്ങൾ നിങ്ങളെ പറ്റി തെറ്റിങ്ങൾ നബിയെ, നിങ്ങൾ വേറെ വല്ല സ്ത്രീകളോട് സംസാരിക്കും, പള്ളിന്റെ അടുത്ത് സംസാരിക്കും, ഇരുട്ടത്ത് സംസാരിക്കും, ഞങ്ങൾ വിചാരിക്കേ. സുബ്ഹാനല്ലാഹ്, നബി അങ്ങനെ നിങ്ങൾ ചിന്തിക്ക പോലുമില്ല. നബി പറഞ്ഞ വാക്കെന്തറിയോ? ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്രിദം. എടാ, രക്തം സഞ്ചരിക്കുന്നിടത്ത് മുഴുവൻ മനുഷ്യരത്തിൽ പിശാച് സഞ്ചരിക്കും. അതിന്റെ ഉദ്ദേശം വഇന്നി ഖശീതു അൻ യഫ്ഖിദ ഫീ ഖുലൂബികുമാ സുആ. അഥവാ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മനസ്സിൽ ശൈത്വാൻ ഇതൊരു തെറ്റായ ചിന്തക്ക് തുടക്കമായിട്ട് തരും. എന്നാലും 2 കൊല്ലം മുന്നേ നബി അങ്ങനെ ഇരുട്ടത്ത് 2-3 സ്ത്രീകളൊപ്പം നിന്നീനേലോ എന്നത് ശൈത്താൻ അന്നിട്ട് തരും. നമ്മളവിടെ പൂർണ്ണമായ ന്യായല്ലേ? ഞാൻ എന്റെ ഭാര്യനോടാ സംസാരിക്കുന്നത്. ഓൻ തെറ്റിദ്ധരിക്കണേ, ഓനെ തെറ്റിദ്ധരിച്ചോട്ടെ, ഓന് നരം കിട്ടാൻ നരം കിട്ടിക്കോട്ടെ. നബി അതല്ല പഠിപ്പിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു, എന്ത് കള്ളിഷാപ്പിന്റെ തൊട്ടടുത്തുള്ള ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിക്കൽ തെറ്റാണ്, കറാഹത്താണ്. തെറ്റല്ല, കറാഹത്താണ്. അതെന്തുകൊണ്ടാണ്? തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകുന്ന കാര്യത്തിൽ മാറിക്കണം. സഹോദരിമാരെ, സഹോദരങ്ങളെ, സാന്ദർഭികമായിട്ട് വരാൻ സംശയിക്കരുത്. സംശയം കുടുംബം തകർക്കും, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അതോടൊപ്പം സംശയത്തിലേക്ക് എത്തിപ്പെടുന്ന വഴികൾ ഇല്ലാതെയാക്കലും ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഖുത്ബയിൽ പറഞ്ഞ പോലെ, എന്റെ ഭാര്യ എന്നോട് ഫോണ് ചോദിച്ചാൽ എന്തിനാ അനക്കിന്റെ ഫോണ് എന്ന് ചോദിക്കാൻ ഭർത്താവിന് അവകാശമല്ല, ഭാര്യക്കുമില്ല. വാട്സപ്പിന്റെ ലോക്ക് എന്താ നോക്കുമ്പം അനക്കെന്തിനാ എന്റെ ലോക്ക് എന്ന് ഭാര്യക്കും ഭർത്താവിനും തിരിച്ചു വയ്ക്കാൻ ഒരു അവകാശമല്ല. കാരണം അവർക്കിടയിൽ ആത്മാർത്ഥമായ ബന്ധം ദീനിൽ ഉണ്ടാകണം. അപ്പോഴേ സംശയമില്ലാതിരിക്കൂ. അത് നമ്മൾ ഉണ്ടാക്കണം. അവസാനിപ്പിക്കുന്നു. സംശയം കുടുംബങ്ങളെ തകർത്തുകൊണ്ടേയിരിക്കുന്നു. നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഉടനെ മാറുക, നല്ലത് ചിന്തിക്കുക, തുറന്ന് സംസാരിക്കുക. നമ്മളെ കുറിച്ചാണെങ്കിൽ സംശയത്തിന് കാരണമാകുന്ന പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എന്നും മനസ്സിലുണ്ടാവുക. ഫലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ. ശൈത്വാന് നമ്മുടെ ജീവിതം നമ്മൾ കൊടുക്കരുത്. അവൻ നമ്മുടെ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കി തരും. അയക്ക് പോകരുത്. കാരണം ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അവൻ നമ്മുടെ മുഖ്യമായ ശത്രുവാണ്.
ആ ശൈത്താന്റെ സംസാരിക്കുന്ന പലരും ഉണ്ടാകും. ഗൾഫിൽ നിന്ന് വിളിക്കും, നാട്ടിൽ നിന്ന് വിളിക്കും, വാട്സപ്പിൽ മെസ്സേജ് അയച്ചരും, വോയിസ് റെക്കോർഡ് അയച്ചരും ഒക്കെ ചെയ്യും. സഹോദരങ്ങളെ, കുടുംബം തകർന്നാൽ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയില്ല. സംശയത്തിന്റെ പേരിൽ ഒഴിവാക്കിയാൽ പിന്നീട് കുറ്റബോധം കൊണ്ട് ജീവിക്കേണ്ടി വരും. അത് നമ്മുടെ സ്വന്തം ജീവിതത്തെയും പരലോകത്തെയും ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, വിശാലമായി പറയേണ്ട ചില ഏരിയകൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു സഹാബി വന്നു. നബിയെ, എൻ്റെ ജീവിതം വിജയിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയുന്നത് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഗ്ളബ്, എടാ എനിക്ക് മുൻകോപം കുറച്ച് കൂടുതലാണ്, കോപിക്കരുത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ നബിയെ, ഇനി എൻ്റെ ജീവിതം, രണ്ട് ലോകത്തെ ജീവിതം എന്നാകാൻ ഒന്നുകൂടി എനിക്കൊന്നൊരു ഉപദേശം പറഞ്ഞുതരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം 3 തവണ ചോദിച്ചപ്പോൾ ഒറ്റ വാക്ക പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്. നമ്മളെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദർശനങ്ങളെ, പേടിച്ചിട്ട് ഒരാളെ അനുസരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ കുറ്റാണ്, ഭരണാധികാരികളടക്കം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്, ശരിക്കും തിരിച്ചറിയേണ്ടതാണ്. എൻ്റെ ഭാര്യ പേടിച്ച് ജീവിക്കുക എന്നുള്ളത് ഞാൻ കുറ്റക്കാരനായി ദീനിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിന് നമ്മളിങ്ങനെ ഭയങ്കര ആരോഗ്യമാണ്, ഗുണ്ടായുസാണ്, എനിക്ക് ഭയങ്കര കമാൻഡ്, അതൊന്നും ഇസ്ലാമിലില്ല. അതൊക്കെ പറയാം. അങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കമാൻഡിങ് പവറുള്ള ആൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനേക്കാളും വലിയൊരു ആളില്ലല്ലോ ഈ ലോകത്ത്, ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ ധീരത കൊണ്ട് തെളിയിക്കപ്പെട്ട ആൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഈ നാട്ടിലൊരു 10-15,000 ആൾക്കാർ ഒന്നിച്ചെന്നാൽ പോലും ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തൂലല്ലോ, അറിയില്ലേ? ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നല്ലേ നബിയാ പറഞ്ഞു. സോളെ, നമ്മളെ കൂടെ നമ്മുടെ ഇണ ജീവിക്കുമ്പോൾ ആരായിക്കോട്ടെ സോങ്ങളെ, പേടിച്ച് ജീവിക്കാനൊരു സാധനം ഉണ്ടല്ലോ, അതുണ്ടായിരുത്. അതെന്തുകൊണ്ടാ പറയണു വെച്ചാൽ, അമിതമായ കോപം നമ്മൾ ശരിക്ക് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് മാറ്റണം. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ജീവിതം ഇക്കാക്ക മരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മനസ്സിന്ന് പ്രാർത്ഥന വരും. നിങ്ങൾക്കറിയോ, പരീക്കൊക്കെ ഒരു 20 വയസ്സൊക്കെ ഉള്ളൊരു പാവം ഒരു കുട്ടി, ആ കുട്ടി വന്നിട്ട് അവളുടെ കല്യാണം കഴിഞ്ഞ അന്നത്തെ രാത്രി ബെൽറ്റോണ്ട് അടിട്ടിയതാണ്. ബെൽറ്റോണ്ട് അടിക്കുക സോങ്ങളെ, കല്യാണം കഴിഞ്ഞ അന്നത്തെ രാത്രി. എന്തേ? ഒന്നുമില്ല, അഭിപ്രായം പറഞ്ഞു. അയാൾക്ക് ശീലല്ല. ഞാൻ പറഞ്ഞത് മൊത്തം ബാക്കിയുള്ളവർ കേൾക്കണം, എതിരഭിപ്രായം പറയാൻ പറ്റൂല, ന്യായം പറയാൻ പറ്റൂല, ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നിട്ട് നമ്മളെ കൂടെ ഒരാൾ ജീവിക്കുക അറിയോ, മുണ്ടി അടിക്കുവോ, വർത്താനം പറഞ്ഞ അടിക്കുവോ, പടച്ചോനെ ചർച്ച ചെയ്യാൻ പറഞ്ഞ അടിക്കുവോ, വല്ലതും പാകം ചെയ്യൽ അബദ്ധം പറ്റി അടിക്കോ? ഇതെന്ത് ജീവിത സോങ്ങളെ, ഇതെന്ത് ജീവിതാണ്? അങ്ങനെ ഉണ്ടാകരുത്. കുറ്റാണ് പടച്ചോണ്ടേക്കെന്ന്, കുറ്റമാണ്. കോളേജിലൊരു ക്യാമ്പില് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവനൊരു നമ്മുടെ ഇൻട്രോവേർട്ട് എന്ന് പറയില്ലേ, എന്ത് പറഞ്ഞാലും ബാക്ക് ഇങ്ങനെക്കും, ഒരു ചെറിയ ശബ്ദം ഉണ്ടായോ അവൻ പേടിക്കും. ഇങ്ങനെ കോളേജിലെത്തി 10-22 വയസ്സായിട്ടും. അപ്പം ക്യാമ്പിലുള്ളൊരു ഡോക്ടറുടെ ഒക്കെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളൊരു അധ്യാപകൻ, അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചാണ്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചപ്പോ, എന്താ മോനെ ഈ എല്ലാത്തിനും പേടിക്കണം, ഈ വലിയ കുട്ടിയായില്ലേ, ക്യാമ്പിലൊക്കെ പങ്കെടുക്കണ്ടല്ലേ? ഞാൻ പറഞ്ഞ വാചകം എന്താ അറിയോ, എനിക്ക് അവന്റെ മനസ്സിലെ ട്രോമ, വാപ്പ ഉമ്മയെ അടിച്ചടിച്ച് ചെവിയുടെ പാട വരെ പൊട്ടിയത് കണ്ടു വളർന്നതോൻ പേടി. അപ്പൊ ഓന് ഇങ്ങനെ വലുതാവുമ്പം ഓൻ എന്തെങ്കിലും ഒരു കാര്യം വാപ്പാണ്ട് പറയാൻ നേരത്തു ഓന്റെ അമ്മ അങ്ങനെ പിടിക്കുമല്ലോ, അങ്ങനെ പിടിച്ചാണ്ട്, പിന്നെ ബാപ്പാണ്ട് പറയണ്ട, മോന് പൈസയാണോ, ഞാൻ തരാം. എന്നിട്ട് ടീച്ചറായവന്റെ അമ്മ പൈസ ഇങ്ങനെ എടുത്തു കൊടുക്കുക, വാപ്പാണ്ട് ചോദിക്കാതെ. വാപ്പാന്റെ അടുത്ത് പോലെ പറഞ്ഞേക്കൽ കാരണം അറിയോ, അവന്റെ വാക്കിൽ പിഴച്ച വാപ്പ അടിക്കും, അവന്റെ സംസാരത്തിൽ വാപ്പ കിട്ടാൻ പറ്റില്ലെങ്കിൽ വാപ്പ കിട്ടുന്നതോടെ അടിക്കും. സോളെ, എന്താണിത് ക്രൂരത? ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായത് ആരുമില്ല. ഞാൻ പറയണ്ട, സാന്ദർഭമായിട്ട് പറയണ്ട, പടച്ചോനൊന്ന് പുറത്ത് തരാത്ത വിധം അവർ പുറത്തരും വരെ പുറത്തരൂല കൂട്ടർ. ഒരു മനുഷ്യനെ അടിക്ക, നമ്മുടെ കൂടെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ സ്വസ്ഥതയും സമാധാനം ഉണ്ടാണ്ടേ.
അതിൽ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഉമ്മാരും വാപ്പാരുടെ കാര്യം പറയാം. വാപ്പാരന്മാരെ, എനിക്ക് നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. പ്രത്യേകിച്ച് ആൺകുട്ടികൾ കലിയും പെൺകുട്ടികളുടെ വാശിയും. കല്യാണം കഴിക്കണതിന്റെ മുന്നേ കുറച്ചൊക്കെ തിരുത്തി നന്നാക്കണത് നന്നാവും. ഇതെന്താ സംഭവിക്കലറിയോ? ഞാൻ എന്റെ മക്കളെ മുൻനിർത്തിക്കൊണ്ട് പറയാം. വാശിയും ദേഷ്യം ഇങ്ങനെ കലിയും പിടിച്ചിങ്ങനെ വളരും. എല്ലാത്തിനും കച്ചറിയും അലമ്പൊക്കെ ആക്കിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഉമ്മാരും വാപ്പാരും അത് ആൺകുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. എന്നിട്ടൊരു പരിധി കഴിഞ്ഞാൽ കിട്ടൂലട്ടോ, അവനവന്റെ മേത്തേക്ക് വരും. അപ്പൊ ഇങ്ങനെ കുടുംബം കൂടിയിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്നത് ഓന്റെ ദേഷ്യം കുറയാൻ വേണ്ടി നമുക്കൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ദേഷ്യം കുറയാൻ വേണ്ടി കല്യാണം കഴിപ്പിക്കേ, ദേഷ്യം കുറയാനും വാശി കുറയാനും കല്യാണം കഴിപ്പിക്കേ. അതെന്ത് നീതിയാണ്? ഇന്റെ വീട്ടിൽ നിന്ന് ഇന്നെക്കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളെ ഞാനൊരു പാവം പെൺകുട്ടീന്റെ തലയിൽ വെച്ച് കൊടുക്കുക. ഇങ്ങോട്ട് പറയാൻ ഓള് നന്നായിക്കോളും. എന്നിട്ട് കുറെ അടിയും കുത്തും കൊണ്ടിട്ട് ആ കുട്ടി സാധു വന്നിട്ട് നമ്മളെ വന്നിട്ട് നോക്കി കാക്ക ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഉമ്മാരിങ്ങനെ വന്നിട്ട് ഇതൊക്കെ പോരാ അടിയ. ഞാൻ എന്റെ ബാപ്പളന്റെയൊക്കെ ഒരു 6 കൊല്ലം നേരത്തി കിട്ടിക്കണം. ഇങ്ങോട്ട് എനിക്കൊരു പ്രശ്നമല്ലല്ലോ. തത്വം പറഞ്ഞങ്ങനെ ജീവിക്കുക. അത് ക്രൂരതയാണ്. ചെയ്യരുത്. ദയവേത് അവനാന്റെ മക്കളോട് പറയണ യുവാക്കളെ, നമുക്ക് കളി ഉണ്ടാവുമ്പോ ചിലപ്പോ ചക്കന്മാർ ഞങ്ങൾക്ക് ഭയങ്കര ടററാന്നൊക്കെ പറയും. പുതിയ ഭാഷയില് ടററാന്നൊക്കെ പറയും. ജീവിതത്തിന് പറ്റൂല. നമ്മള് നബി പറഞ്ഞ വാക്കാണ്, എന്റെ വാക്കാണ്, നബി പറഞ്ഞ വാക്കാണ്. ലാ തഗ്ളബ്, മോനെ അമിതമായിട്ട് കോപിച്ച ജീവിക്കാൻ സുഖം ഉണ്ടാവൂല. അനക്കന്നെ സുഖം ഉണ്ടാവൂല, തീരെ സുഖം ഉണ്ടാവൂല. കൂടെ ജീവിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് നമുക്ക് എന്താ തോന്നറിയോ? ആ വാശിയും ആ ദേഷ്യം കഴിഞ്ഞാൽ ഞാൻ മാപ്പ് വയ്ക്കാണ്. ഒറ്റ അനുഭവം പറയട്ടെ മനസ്സിലാക്കാൻ വേണ്ടി. ചെറിയൊരു കഥയുണ്ട്. ഒരു മകൻ അമിതമായി ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പ അവന് ഗുണപാഠം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയുണ്ട്. മനസ്സിൽ ഒരാൾക്കെങ്കിലും എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി പറയാൻ മോനോട് പറയണം, മോനെ ദേഷ്യം വരുമ്പോഴൊക്കെ വാപ്പ ഒരു മരപ്പലകയും ഒരു ചുറ്റികയും ഒരു ആണിയും ആ കുട്ടിന്റെ കൈ കൊടുത്തിട്ട് പറയാൻ, ദേഷ്യം വരുമ്പോഴൊക്കെ ഈ മരപ്പലകയിൽ ആണി അടിക്കണം. ഒരു ദേഷ്യം എപ്പോഴാണോ കലി വരുന്നത് അപ്പൊ ഒരു ആണി അടിക്കുക. പിന്നെ കലി വരുമ്പോ രണ്ടാമത്തെ ആണി അടിക്കുക. ആദ്യത്തെ ദിവസം ഒരു 10 ആണിക്കുന അടിച്ചു. കാരണം വ്യത്യസ്ത സമയത്ത് വരികയാണ്. പിന്നെ അങ്ങനെ കുറഞ്ഞു വന്നു. അവസാനം തീരെ ആണി അടിക്കാതെ അവന്റെ കോപം അസ്തമിച്ചു. അവൻ സന്തോഷത്തോടെ വാപ്പാനോട് പറഞ്ഞു, വാപ്പ ഇന്നൊരു ആണി അടിച്ചിട്ടില്ല, കലി വന്നിട്ടില്ല. വാപ്പ നേരെ അവൻ ആദ്യം അണിച്ച ആണികൾ ഓരോന്നോരോന്നായി പലകയിൽ നിന്നിങ്ങനെ അടർത്തി മാറ്റി അവന്റെ കൈ കൊടുത്തിട്ട് ചോദിച്ചു, പലകപ്പം എങ്ങനെ ഉണ്ട് ചോദിച്ചു. പലകയിൽ പഴയ അടയാളമുണ്ട്, ആണി കയറിയ. നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളെ അടിക്കുക, പാത്തെടുത്ത് എറിയ, തെറി വിളിക്കുക. ജനിച്ച കുട്ടി വരെ എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. തോന്നിയാസം. വയറ്റിലുണ്ടാണ് കുട്ടി വരെ ഇന്റതല്ലാന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞ വൃത്തികെട്ട വാക്ക് പറയുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അതേ നാവ് കൊണ്ട് തന്നെ അള്ളാന്റെ കിതാബ് ഓതും. സങ്കടം കൊണ്ടാ പറയണേ. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ബെഡ്റൂമിൽ വന്നിട്ട്, ഞാൻ രാവിലെ എന്നോട് ഇങ്ങനെ പറഞ്ഞതൊക്കെ എന്റെ ഒരു ഇതായിട്ട് എടുത്തോ മോളെ. അവർ ശ്രമിച്ചേക്കാം, പക്ഷെ ആ മുറിവുണ്ടല്ലോ, മരിച്ചുപോയ വാപ്പാന വരെ കബറ് കിടക്കണ വെല്ലിപ്പാന വരെ തെറി പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതവര് പുറത്തന്നെ തരേണ്ടി വരും. സോങ്ങളെ നമ്മൾ ശീലിക്കുക, വുളുണ്ടാക്കുക, അല്ലാണ്ട് പ്രാർത്ഥിക്കുക. പടച്ചോനെ അമിതമായ കോപം ഉണ്ടാകരുതേ, പടച്ചോനെ അമിതമായി ജീവിതത്തിൽ സംശയാലുവായിട്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മുഴുവൻ അബദ്ധങ്ങളും പോരായ്മകളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ തെറ്റുകളിലേക്കോ അബദ്ധങ്ങളിലേക്കോ അസ്വസ്ഥകളിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ നാഥ ആ കുടുംബത്തെ സമാധാനമുള്ളതാക്കുകയും ഞങ്ങളുടെ സ്വഭാവത്തിൽ നിനക്കിഷ്ടപ്പെട്ട പോലെ പരിവർത്തനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഫലസ്തീനിലെ ഗസയിലെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നാഥ, ഞങ്ങളുടെ മക്കൾക്ക് നാഥ സമാധാന അന്തരീക്ഷം, സ്വസ്ഥമായ അന്തരീക്ഷം നാഥ നീ തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ.
അല്ലാഹുവേ ആ നാട്ടിൽ സമാധാനവും സന്തോഷവും നാഥ നീ തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ അവിടെ ആക്രമിക്കുന്ന ആ നാട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ധിക്കാരികൾക്കും തോന്നിവാസികൾക്കും നാഥ നിന്യത വരുത്തേണമേ റഹ്മാനെ. അല്ലാഹുവേ പാവങ്ങളെ കൊന്നെടുക്കുന്ന തീവ്രവാദികൾക്ക് നാഥ നീ നിന്യത നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെട്ടു പോകേണ്ടി വന്നാലും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ മുഅ്മിനുകളായി മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.